ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, ദൈവം തൻ്റെ ദൂതനെ അയക്കും. ദൈവം പറഞ്ഞത് കേട്ട് ഭക്തനായ ഏലിയാവ് കെരീതോട്ടിൽ ഒളിച്ചിരുന്നു. രാജ്യത്തിലെ ഒരു മനുഷ്യർക്കും ഏലിയാവ് മറഞ്ഞിരിക്കുന്ന സ്ഥലം അറിയത്തില്ല. ദൈവം തൻ്റെ ചിറകിൻ്റെ കീഴിൽ ഭക്തനായ ഏലിയാവിനെ മറച്ചു. ഇന്ന് വിശന്നാൽ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുവാൻ കഴിയും. അന്ന് അരികിൽ കടകളൊന്നുമില്ല. എന്നാൽ ഭക്തനായ ഏലിയാവ് ആഹാരം ലഭിക്കാനായി ഒരു സാധ്യതയുമില്ലായിരുന്നിട്ടും ഭക്തനായ ഏലിയാവിന് വേണ്ടി ദൈവം കാക്ക അയച്ച് ഏലിയാവിനെ ഭൂഷിപ്പിച്ചു. വിശന്നു മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ദൈവശബ്ദം കേട്ടാണോ ഇറങ്ങിയത്? ദൈവം ബലപ്പെടുത്തുവാനിടയാകും. ഭക്തനായ ഏലിയാവിനെ ബലപ്പെടുത്തുവാൻ കാക്ക വന്നാൽ മതി. ദൈവം പറഞ്ഞത് കേട്ട് സരാഭാത്തിലേക്ക് പോയ ഭക്തനായ ഏലിയാവിനെ ദൈവം കരുതി. വിധവയുടെ ഭവനത്തിനകത്ത് ശൂന്യതകളുണ്ടായിരുന്നു. എന്നാൽ ഭക്തനായ ഏലിയാവ് വിധവയുടെ ഭവനത്തിനകത്ത് കാൽ ചവിട്ടിയപ്പോൾ വിധവയുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുവാനിടയായി. വിധവയുടെ ഭവനത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് 2 ഉറവകൾ തുറക്കപ്പെട്ടു. വിധവയുടെ ഭവനത്തിൽ കലത്തിലെ മാവും ഭരണിലെ എണ്ണയും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവശബ്ദം കേട്ട് ജീവിക്കുന്ന ദൈവദാസന്മാർ, ദൈവിക പദ്ധതിക്കനുസരിച്ച് ചലിക്കുന്ന ദൈവദാസന്മാർ ഭവനത്തിൽ ചവിട്ടിയാൽ ഭവനം അനുഗ്രഹമായി മാറും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ശൂന്യതകളുടെ അവസ്ഥയിലാണോ? എന്നാൽ ശൂന്യതകളെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. പാഴി ശൂന്യവുമായിരുന്ന ഭൂമിയെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിൽ സകലതും ഉളവാക്കിയതുപോലെ ദൈവകരങ്ങളിൽ വിഷയങ്ങളെ കൊടുത്താൽ ദൈവം തക്ക സമയം ചില അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയാകും. ഭക്തനായ ഏലിയാവിനെ ദൃശ്യമായി നോക്കുമ്പോൾ കെരീത് തോട്ടിൽ കിടന്ന് ക്ഷീണിച്ച് സരാഭാത്തിലേക്ക് പോകുമ്പോൾ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു പ്രാകൃതനായ മനുഷ്യൻ. വിധവയ്ക്ക് തോന്നിയേക്കാം ദൈവം കൽപ്പിച്ച പുരുഷനെക്കുറിച്ച് സരാഭാത്തിലെ വിധവയ്ക്കുടെ ഹൃദയത്തിൽ ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ ക്ഷാമകാലത്ത് കടന്നു വരുന്ന പ്രവാചകൻ എൻ്റെ ഭവനത്തിൽ അനുഗ്രഹമായി മാറും, അദ്ദേഹം ധനികനായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. എന്നാൽ വിധവ നോക്കുമ്പോൾ താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ ഭക്തനായ ഏലിയാവിനെ കണ്ടിട്ട് ഏലിയാവ് ദൈവപുരുഷനാണോ എന്ന് പോലും അവൾ സംശയിച്ചിരുന്നു. ദൈവം ഐക്യപ്പെടുന്ന ദൈവപുരുഷൻ പട്ടുവസ്ത്രം ധരിച്ച് അനേകം നന്മകൾ നൽകി ഭവനത്തിലെ സ്ഥിതിഗതികളെ മാറ്റുമെന്ന് പ്രതീക്ഷയോടെ കരുതിയിരുന്ന വിധവ, ധനവാനായ പ്രവാചകനെ പ്രതീക്ഷിച്ചിരുന്ന വിധവ. എന്നാൽ ഏലിയാവ് കടന്നു വന്നപ്പോൾ വിധവ തിരിച്ചു നടന്നു. ദൈവം കൽപ്പിച്ച വിധവ വിറകു പറക്കുന്ന ഈ സ്ത്രീയാണെന്ന് ഭക്തനായ ഏലിയാവിന് മനസ്സിലായി. ഭക്തനായ ഏലിയാവ് വിധവയെ വിളിച്ചു. ദൈവം കൽപ്പിച്ചിട്ടും ഞങ്ങൾ മരിപ്പാൻ പോകുന്നു, ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമില്ല, എൻ്റെ കയ്യിൽ ഒരു പിടി മാവ് മാത്രമേ ഉള്ളൂ, അത് കഴിച്ച് ഞാനും എൻ്റെ മകനും മരിപ്പാൻ പോകുന്നുവെന്ന് വിധവ പറയുവാനിടയായി. എന്നാൽ ഭക്തനായ ഏലിയാവ് പോയി ആദ്യം എനിക്ക് അടയുണ്ടാക്കി കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഈ മനുഷ്യൻ തന്നെയാണോ ദൈവം പറഞ്ഞയച്ച പ്രവാചകൻ? അവളുടെ ഹൃദയത്തിൽ ആഴമായ സംശയം ഉദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രവാചകൻ വിധവയുടെ ഭവനത്തിനകത്ത് കടന്നു വന്നു. വിധവയുടെ ശൂന്യതകൾ മാറി. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മകൻ മരിച്ചുപോയി. ആ നിമിഷം വിധവ ഭക്തനായ ഏലിയാവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 18-ാം വചനം. അപ്പോൾ അവൾ ഏലിയാവിനോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാണോ നീ എൻ്റെ അടുക്കൽ വന്നതെന്ന് പറഞ്ഞു. വിധവ ചെയ്ത പാപം എന്താണ്? ദൈവം വിധവയോട് കൽപ്പിച്ചിരുന്നുവെങ്കിലും വിധവ വേണ്ട ബഹുമാനം ഭക്തനായ ഏലിയാവിന് നൽകിയില്ല. ഏലിയാവ് ദൈവപുരുഷനാണോ എന്ന് സംശയിച്ചു. മരിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ മകന് ദീനം പിടിച്ച് കിടപ്പിലായി. അനേകം ദിവസം കഴിഞ്ഞ് ദീനം കടുത്ത് ശ്വാസമില്ലാതായി. വിധവ ഭയപ്പെട്ടു. മകൻ മരിപ്പാൻ കാരണം ദൈവകോപമെന്ന് വിധവ ചിന്തിച്ചു. ഏലിയാവ് സങ്കടത്തോടുകൂടെ ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ചു. 1 രാജാക്കന്മാർ 17-20 വായിക്കുമ്പോൾ ഏലിയാവ് യഹോവയോട് പ്രാർത്ഥിച്ച ഇപ്രകാരമാണ്: എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവർക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പറഞ്ഞു.
ദൈവം ഭക്തനായ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് മകന് ജീവൻ നൽകി. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഏലിയാവ് കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിധവയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഇതാ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 24-ാം വചനത്തിൽ ആ നിമിഷം വിധവ പറയുന്നു, നീ ദൈവപുരുഷനെന്നും നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നുവെന്ന്. ദൈവം കൽപ്പിച്ചത് സംശയിക്കാതെ അനുസരിക്കണം. ദൈവത്തെ അനുസരിച്ച ഭക്തനായ ഏലിയാവിൻ്റെ അരികിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചു എന്നുള്ളതാണ്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവശബ്ദം കേട്ട് ചലിക്കുന്നവരുടെ മുന്നിൽ കാക്കയുടെ വരവ് നിൽക്കും. ദൈവശബ്ദത്തിന് വേണ്ടി ചലിക്കുന്ന ദൈവിക പദ്ധതിക്കനുസരിച്ച് നടക്കുന്നവരുടെ ഭവനത്തിനകത്ത്, കാൽ ചവിട്ടുന്ന ഭവനത്തിനകത്ത് കുറ്റങ്ങളും കുറവുകളുമൊക്കെയും കേൾക്കേണ്ടി വരും. എന്നാൽ മനുഷ്യർക്ക് ആർക്കും സഹായിക്കാൻ കഴിയാത്ത ചില അവസരങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് പോഷിപ്പിക്കാനിടയാകും. ഏലിയാവിനെ ദൈവം ബലപ്പെടുത്തിയതുപോലെ വചനം ശ്രമിക്കുന്ന താങ്കൾ ക്ഷീണിച്ചായിരിക്കുന്നു, പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു, താങ്കളെ തട്ടിയുണർത്തി മുന്നോട്ടിനിയും നടക്കാനുണ്ടെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആലോചനയുമായി ദൈവം ഒരാളെ അയക്കും. ദൈവം തക്ക സമയത്ത് വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൂതനെ അയക്കും. ചില അധികാരികളെ വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം ഈ നിമിഷം എഴുന്നേൽപ്പിക്കും. പൂർണ്ണമായി വിശ്വസിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കൂടെയുള്ളപ്പോൾ എന്തിന് ഭാരപ്പെടണം? ദൈവത്തിൽ സംശയിക്കാതെ, ദൃശ്യമായി കാണുന്നത് നോക്കി വിലയിരുത്താതെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക. ഭക്തനായ ദാവീദിനെ പുറമേ നോക്കുമ്പോൾ ഒരു ബാലൻ, എന്നാൽ അവൻ്റെ ഹൃദയത്തെ ദൈവം കണ്ടു, അവൻ അഭിഷേകം ചെയ്തു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ ഹൃദയത്തെ കാണുന്ന ദൈവമുണ്ട്. ഹൃദയത്തെ കർത്താവിൻ്റെ കരങ്ങൾ പൂർണ്ണമായി കൊടുത്താൽ കർത്താവ് താങ്കളെ വാലല്ല തലയാക്കും. ഈ നാളുകൾ ദൈവിക പദ്ധതിക്കനുസരിച്ച് ചലിപ്പാൻ, തക്ക സമയം ദൂതനെ കാണുവാൻ വചനം ശ്രവിക്കുന്ന ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഭക്തനായ യാക്കോബ് ദൂതനുമായി മൽപ്പിടുത്തം നടത്തി. ദൈവവുമായി മൽപ്പിടുത്തം നടത്തിയ ശേഷം യാക്കോബ് ഇസ്രായേലാക്കി മാറിയെങ്കിൽ താങ്കളെ വലിയൊരു മനുഷ്യനാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവിക പദ്ധതിക്കനുസരിച്ച് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.